ശ്രീ സക്രിയ ജോർജ്, അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു 2 കിലോ കഞ്ചാവ് ഒരു ക്യാമ്പസിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ, ഒന്ന് ആ ലഹരി അവിടെ എത്തുന്നത് കൊണ്ട് അതിനിരയാകുന്ന കുഞ്ഞുങ്ങൾ, മറ്റൊന്ന് അത് വാങ്ങാൻ അവിടെ ആളുണ്ട് എന്നതുകൊണ്ട് അവരെ തേടിയെത്തുന്ന ലഹരി. ഈ 2 വഴികളുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എക്സൈസ് മന്ത്രി തന്നെ അതിന്റെ 2 തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഒരു തലമുറയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൃത്യമായ ഒരു അറ്റംപ്റ്റ്, ബോധപൂർവമായ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് ഈ മാഫിയ എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് പ്രാഥമികമായ നമ്മുടെ നിയമ സംവിധാനത്തിനാണ്. അതിനെ എങ്ങനെ ചെറുക്കും? കാരണം ഇത്രയും കാലം ഉള്ളതുപോലെയല്ല, കണ്ണും കാതും തുറന്നൊരു സംവിധാനം ആകെ കാത്തിരുന്നിട്ടും ഒരു ഹോസ്റ്റലിന്റെ മുറിയിലേക്ക് പോലും ഇത് എത്തിച്ചേരാൻ കഴിയുന്ന, എത്തിച്ച് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം മറുവശത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നടക്കുന്ന ഇഷ്യൂസൊക്കെ ഓവർനൈറ്റ് ഒറ്റ ദിവസം രാത്രി കൊണ്ടുണ്ടായ സംഭവങ്ങളല്ല. വർഷങ്ങളായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തടയേണ്ടത് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസാണ് പ്രധാനമായിട്ടും. കാരണം നിയമം അവർക്ക് വളരെയധികം അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് അടുത്ത തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും പൊതുസമൂഹത്തിലെ സോഷ്യൽ വർക്കേഴ്സും ടീച്ചേഴ്സും പിന്നെ റിലീജിയസ് ലീഡേഴ്സും എല്ലാവരും ഇത് നോക്കേണ്ടതായിരുന്നു. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കമാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ റെയ്ഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടു, അത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ നോൺ അവൈലബിലിറ്റി. ഇത് ഓൾമോസ്റ്റ് സൂപ്പർ സാച്ചുറേറ്റഡ് ആയി. അതുപോലെ മിക്കവരും ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ. അപ്പോൾ ഇനി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു വിഡ്രോവൽ സിംറ്റം ഇഷ്യൂ ഉണ്ടാകാം. ഇതിൻ്റെ നോൺ അവൈലബിലിറ്റി, പിടിക്കുന്നു ഇനി കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്ക് ആകെപ്പാടെ ഇഷ്യൂ ഉണ്ടാകും. ഇത് കഴിച്ചാലും പ്രശ്നമാണ്. ആൽക്കഹോൾ മാതിരി പീപ്പിൾ കനോട്ട് ലീവ് വിത്ത് ആൽക്കഹോൾ ആൻഡ് ദേ ക്യാൻ ഓൾസോ ലീവ് വിത്ത് ആൽക്കഹോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദേ ക്യാൻ ലീവ് വിത്ത് ആൽക്കഹോൾ, കാരണം അവർക്ക് ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ കുടിച്ച് ആൾക്കാരങ്ങനെ സ്പോയിൽഡായി പോകുന്ന പോലെ തന്നെ ഡ്രഗ് ഉപയോഗിച്ച ആൾക്കാരിൽ ഇന്ന് ഒരു വ്യത്യസ്ത ചിന്തയും ആരോഗ്യനിലയും മാനസിക നിലയുമാണ്. അപ്പോൾ അവർക്ക് ഇത് അവൈലബിലിറ്റി ഇല്ല വരുമ്പോൾ അവർ വയലൻ്റ് ആകും. നമ്മൾ പല വയലൻറ്റ് ക്രൈംസിന് പുറകിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗിച്ചവർക്ക് ഡ്രഗ് കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോൾ അവരിലെ പെക്യൂലിയർ ബിഹേവിയർ ഉണ്ടാകും. അവർക്ക് ദേഷ്യവും ആങ്കർ മാനേജ്മെൻ്റ് ഒന്നും നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കമായിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ നല്ല അക്കാഡമിക് സെൻറ്റേഴ്സിലേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ നോൺ അവൈലബിലിറ്റി കൊണ്ട് അവർ വയലൻ്റ് ആകുകയും വയലൻ്റ് ഹീനസ് ക്രൈംസിലേക്ക് അവർ വരും. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് കേരളത്തിലുണ്ടായത് 56ഓളം കൊലപാതകങ്ങളാണ്. അപ്പോൾ ഇത്രയും കൊലപാതകങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റുള്ള വയലൻസും വരുന്നത് പൊതുവേ ഡ്രഗ് അഡിക്ട്സ് ആണ്. നേരത്തെ ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആക്സിഡൻസും ഉണ്ടായിക്കൊണ്ടിരുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരാണ്. അപ്പോൾ മദ്യവും ലഹരിയുടെ അവൈലബിലിറ്റി വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മുടെ യുവതലമുറ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇപ്പോൾ അവർക്ക് ആദ്യമേ സിഗരറ്റും അതുപോലുള്ള പ്രിപ്പറേഷൻസ്, ടൊബാക്കോ ആൻഡ് അതർ പ്രിപ്പറേഷൻസ് അവർ ഉപയോഗിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എഫക്റ്റ് ഇല്ല. അപ്പോൾ അവർ മദ്യത്തിലേക്ക് പോകും. മദ്യം പോയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഡ്രഗിലേക്ക് പോകും. ആദ്യമേ നാർക്കോട്ടിക് ഡ്രഗിലേക്ക് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിലേക്ക് പോകും. പിന്നെ അത് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ കണ്ട ഒരു സമയമുണ്ട് ശ്രീ സക്രിയ ജോർജ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മദ്യപാനശീലം പോലും ഇല്ലാത്ത കുട്ടികളാണ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ ഒരു സാഹസിക ബുദ്ധി കൊണ്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യം ഇത് വലിയ ഊർജം കിട്ടുന്നു, അതിൽ ഒരു ഉന്മാദം കണ്ടെത്തുന്നു, പിന്നീട് അതൊരു ശീലമായി മാറുന്നു. അവനവന്റെ നില, ബുദ്ധി എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. അത് പക്ഷെ അവനവന് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതൊരു ഊർജം നൽകുന്ന ഒന്ന്, ഒരു സന്തോഷം നൽകുന്ന ഒന്ന് എന്ന നിലയ്ക്ക് മാത്രം കാണുന്ന ആർക്കും മനസ്സിലാകുന്നില്ല. അവനവന് പോലും മനസ്സിലാകുന്നില്ല എന്ന നിലയ്ക്കാണ്. നമ്മൾ സിഗരറ്റിൽ നിന്ന് തുടങ്ങി മദ്യം നോക്കി, കഞ്ചാവ് നോക്കി, പിന്നെ അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഇപ്പോഴിവർ സമീപിക്കുന്നത്. നമ്മുടെ പല തിയറികളും അങ്ങനെ തന്നെ ഫലവത്തായതല്ല നിലവിൽ. ഒരു 10 വർഷം മുമ്പ് നമ്മൾ സ്നേക്ക് വെനം പിടിച്ചിരുന്നു. കുട്ടികൾ പിന്നെ പാമ്പിൻ്റെ വിഷം ഉപയോഗിക്കുന്നു.
അപ്പോൾ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളെല്ലാം കോക്ടെയിലായിട്ട് ഉപയോഗിച്ചിട്ടും അവർക്ക് വരുന്നില്ലെങ്കിൽ അവർ പാമ്പ് വിഷം ഉപയോഗിക്കുന്നു, നാക്കിലിൻ്റെ അടിയിൽ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു എന്നെല്ലാം പേപ്പറിലെല്ലാം വന്നതാണ്. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഓരോരുത്തരുടെ തോളിലോട്ട് റെസ്പോൺസിബിലിറ്റി വെക്കാതെ നമ്മൾ ഈ റിയാലിറ്റി റിയലൈസ് ചെയ്യുക. ഇതൊരു സോഷ്യൽ ഈവിളാണ്. അത് ഏറെക്കുറെ നമ്മുടെ സമൂഹത്തെ വളരെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു. ഇതിനുള്ള വേ ഔട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിനൊരു റെമഡി ഇല്ല. ഇതിന് റെമഡിയൽ മെഷർ വേണം. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഹെൽത്ത് കെയർ ഉണ്ടാക്കണം, അവർക്ക് ജീവിതത്തിൽ ഒരു വിഷൻ ഉണ്ടാക്കണം. ലൈഫ് വിഷൻ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൻ്റെ മിഷൻ എന്താണ്? ഇതുപോലെ ഉള്ള ഓരോ സബ്സ്റ്റൻസിനെ അടിമയായിട്ട് സ്വന്തം ആരോഗ്യവും ജീവിതവും കരിയറും നശിപ്പിച്ച് കളഞ്ഞിട്ട് പോകുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ലൈഫിലെ ലോസിനെ പറ്റി അവരെ ബോധ്യപ്പെടുത്തണം. ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഇനി ഉടനടി മാധ്യമങ്ങൾക്ക് റോളുണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, നമ്മുടെ സോഷ്യൽ ലീഡേഴ്സിനുണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സിനുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പതുക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വിഡ്രോവൽ സിംറ്റം കൊണ്ടുണ്ടാകാവുന്ന ചലഞ്ചസ് നമ്മൾ ഫോർസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവരുണ്ടാക്കാവുന്ന ഇഷ്യൂസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ലെങ്കിൽ പലപ്പോഴും പാവപ്പെട്ട ഇരകളെയാണ് അവർ വേട്ടയാടുന്നത്. ശരി.